ഇവിടെ ദാവീദ് പറയും, ഞാൻ യഹോവയ്ക്കായി കാത്തിരുന്നു. അപ്പോ തന്നെ ദൈവം പ്രവർത്തിക്കുക എങ്കിലേക്ക് അവൻ ആരിലേക്കാണോ നമ്മൾ ആശ്രയം വെച്ചത്, ആ ഹല്ലേലൂയ, ആ അനുഭവത്തിൽ ദൈവം എന്ത് ചെയ്തു? ആമേൻ, അവരിലേക്ക് കടന്നു വന്നു. അങ്ങനെ വചനം പറയുന്നു, എങ്കിലേക്ക് ചാഞ്ഞ് എന്റെ നിലവിളി കേട്ടു. ദാവീദ് നിലവിളിക്കാൻ ഒരു കാരണമുണ്ട്, അല്ലെ? ദൈവത്തിന്റെ മുഖത്തേക്ക് നോക്കുവാൻ കഴിയാതെ വണ്ണം കുഴഞ്ഞ ചേറ്റിലായിരുന്നു. കുഴഞ്ഞ ചേറ്റിൽ, കുഴഞ്ഞ ചേർന്നൊക്കെ പറയുമ്പോ ആമേൻ, ഇന്നത്തെ കുഞ്ഞുങ്ങൾക്ക് ഇതൊന്നും പറഞ്ഞ പെട്ടെന്ന് മനസ്സിലാക്കില്ല. പാടൊക്കെ ഉണ്ടായല്ലേ ഷിനു, പാടത്തൊക്കെ പണിയെടുത്ത ആൾക്കാർക്ക് അറിയാം. ആമീൻ, ഈ പഴയ കാലത്തെ കാരണവരെ നമ്മളെ കൊണ്ട് ഇങ്ങനെ ചേറിലൂടെ നടത്തിക്കും, ഇങ്ങനെ മണ്ണൊന്ന് ഇളകാൻ വേണ്ടി. എന്നാൽ നടന്നിട്ടുണ്ടായിരിക്കും, നമ്മളിങ്ങനെ ചവിട്ടി നടന്നിട്ടുണ്ടാവും. ആളൊരു വശത്ത് ഒഴുകുന്നുണ്ടാവും, പക്ഷെ അതിൽ കൂടെ ചേറ്. ഇതെന്താ സംഭവം എന്ന് അറിയാമോ? ഈ ചേറിന്നൊരു കാല് വലിച്ചെടുക്കുമ്പോഴേക്കും അടുത്ത കാല് താണു പോകും. അപ്പൊ ഇത് വലിച്ചെടുക്കുമ്പോഴേക്കും ഒരു തരത്തിലും വിടൂല എന്നുള്ള രീതിയിൽ ചേറ് കയറി പിടിക്കും. എന്ന് പറഞ്ഞാൽ ഈ ലോകത്തിൻ്റെതായ മോഹങ്ങൾ, പാപങ്ങൾ നമ്മെ കയറി പിടിക്കുമ്പോഴല്ലോ, ഒന്നീന്ന് വലിച്ചെടുക്കുമ്പോഴേക്കും അടുത്ത പിടിക്കും. ഒരു കുഴഞ്ഞ ചേച്ചിലായിരുന്ന അവസ്ഥയിൽ ദാവീദ് നിലവിളിക്കുക. 2-ാം വാക്യം, നാശകരമായ കുഴിയിൽ നിന്നും കുഴഞ്ഞ ചേറ്റിൽ നിന്നും അവൻ എന്നെ കയറ്റി. സങ്കീർത്തനത്തിൽ അവൻ എന്നൊക്കെ പറയുന്നത് ദൈവത്തെ കുറിച്ചാണ് പറയുന്നത്. ഹല്ലേലൂയ, കർത്താവ് ഹല്ലേലൂയ കരം പിടിച്ച് ഉയർത്തി. ദാവീദ് അഭിമാനത്തോട് വിളിക്കുക. തന്റെ ജീവിതത്തിൽ തെറ്റുകൾ വന്നപ്പോൾ, ഒരു കുഴഞ്ഞ ചേറ്റിലൂടെ കടന്നു പോയപ്പോൾ, നാശകരമായ ഒരു അവസ്ഥയിലൂടെ കടന്നു പോയപ്പോൾ, ഹല്ലേലൂയ, ദാവീദ് തിരിച്ചറിഞ്ഞു, എന്നെ സൃഷ്ടിച്ചൊരു ദൈവമുണ്ട്, എനിക്ക് വേണ്ടി ഹല്ലേലൂയ കരുതുന്ന ഒരു ദൈവമുണ്ട്. ഹല്ലേലൂയ, ദാവീദ് നിലവിളിക്കാൻ, ഞാൻ യഹോവയ്ക്കായി കാത്തിരുന്നു. ആമേൻ, ഹല്ലേലൂയ. ചില സാഹചര്യങ്ങളിൽ നമ്മളും കാത്തിരിക്കുന്ന ഒരു അനുഭവത്തിലേക്ക് കടന്നു പോയിട്ടില്ലേ? ചില വിഷയത്തോടുള്ള ബന്ധത്തിൽ ഹല്ലേലൂയ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കും, വിശ്വാസത്താൽ പ്രാർത്ഥിച്ച് കർത്താവ് എന്നെ വിടുവിക്കും, ഉറപ്പാണ്. ആമേൻ, ഹല്ലേലൂയ, സ്തോത്രം 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 എന്ന് പറഞ്ഞ് അതിൽ പ്രത്യാശയോടെ ആമേൻ ഇരിക്കുന്ന ദൈവമക്കൾ. ചിലപ്പോൾ അവരുടെയൊക്കെ അനുഭവങ്ങൾ പറയുമ്പോൾ ചിലപ്പോൾ ആ വിഷയത്തിന് മേലൊക്കെ ദിവസങ്ങൾ മാസങ്ങൾ കഴിഞ്ഞിട്ടായിരിക്കും ചിലപ്പോൾ ദൈവം പ്രവർത്തിക്കും. പക്ഷെ അതിലൊന്നും മടിയില്ലാതെ കാത്തിരിക്കും. 119-ാം സങ്കീർത്തനത്തിൽ ഒരു കാത്തിരിക്കുന്ന അവസ്ഥ ഉണ്ടല്ലോ, രക്ഷയെ കാത്തു സൂക്ഷിക്കുന്ന ഒരു അനുഭവം. രക്ഷയെ കാത്ത് മൂർച്ഛിക്കുന്നു. അതിനെപ്പോഴും പറയുന്ന ഒരു വാക്യം കൂടിയാണ്, രക്ഷയെ കാത്ത് മൂർച്ഛിക്കുന്നു. ഒരു പുതിയ നിയമ വിശ്വാസിയായ ദൈവമക്കൾ ഹല്ലേലൂയ കർത്താവിന്റെ സന്നിധിയിൽ രക്ഷയെ കാത്ത് മൂർച്ഛിക്കുന്നതിന്റെ കാരണം എന്താണെന്ന് അറിയാമോ? ആദ്യമ മനുഷ്യനായ ആദം നഷ്ടപ്പെടുത്തി കളഞ്ഞ ആ ഒരു തേജസ്, ഹല്ലേലൂയ, അത് നമുക്ക് ലഭിക്കുന്നത് ഈ കർത്താവായ യേശുക്രിസ്തു മുഖാന്തരം. യേശുക്രിസ്തുവിന്റെ അനുഭവത്തിലാണ് ആ ഒരു ഭാഗ്യം അതിലേക്ക് നമ്മൾ ലഭിക്കുന്നത്. ആ വാക്യം വായിക്കാം. 1 കൊരിന്ത്യർ ലേഖനം 15-ാം അധ്യായം 45-49 വാക്യം. 1 കൊരിന്ത്യർ 15-ന്റെ ഒന്നാം മനുഷ്യനായ ആദാം ജീവനുള്ള ദേഹിയായി തീർന്നു എന്ന് എഴുതിയിരിക്കുന്നത് തുടക്കത്തിൽ ആദാം ജീവിപ്പിക്കുന്ന ആത്മാവായി. എന്നാൽ ആത്മീകമല്ല, പ്രാകൃതമത്രേ ഒന്നാമത്തേത്. ആത്മീകം പിന്നത്തേതിൽ വരുന്നു. ഒന്നാം മനുഷ്യൻ ഭൂമിയിൽ നിന്ന് മണ്ണുകൊണ്ടുള്ളവൻ, രണ്ടാം മനുഷ്യൻ സ്വർഗത്തിൽ നിന്നുമുള്ളവൻ. മണ്ണുകൊണ്ടുള്ളവനെ പോലെ മണ്ണുകൊണ്ടുള്ളവരും സ്വർഗീയനെ പോലെ സ്വർഗീയന്മാരുമാകുന്നു. നാം മണ്ണുകൊണ്ടുള്ളവന്റെ പ്രതിമ ധരിച്ച പോലെ സ്വർഗീയന്റെ പ്രതിമയും ധരിച്ചു. സഹോദരന്മാരെ, ഇവിടെ പറയുന്ന മണ്ണുകൊണ്ടുള്ളവരെ പോലെ മണ്ണുകൊണ്ടുള്ളവനും സ്വർഗീയനെ പോലെ സ്വർഗീയന്മാരുമാകുന്നു. നാം മണ്ണുകൊണ്ടുള്ളവന്റെ പ്രതിമ ധരിച്ചിരിക്കുന്നത് പോലെ സ്വർഗീയന്റെ പ്രതിമയും ധരിക്കും. ആദാം മുഖാന്തരം നമുക്ക് ലഭിച്ച ഒരു അനുഭവമാണ് ഹല്ലേലൂയ മണ്ണുകൊണ്ടുള്ള ഒരു അനുഭവം. എന്നാൽ കർത്താവായ യേശുക്രിസ്തുവിന് നമുക്ക് ലഭിക്കുന്ന അനുഭവം എന്താ? സ്വർഗീയമായ അനുഭവത്തിലേക്ക്. ഹല്ലേലൂയ, ആമേൻ. സ്വർഗീയന്റെ പ്രതിമയും നാം ധരിക്കും. നമ്മെ സൃഷ്ടിച്ച ദൈവത്തിന്റെ അനുഭവത്തിലേക്ക് നാം മാറും. നാം ഇതിനു വേണ്ടി എന്ത് ചെയ്തുകൊണ്ടിരിക്കുക? കാത്തിരിക്കുകയാണ്. അതിനുവേണ്ടി നമ്മൾ എന്ത് ചെയ്തുകൊണ്ടിരിക്കുന്നു? രക്ഷയെ കാത്ത് മൂർച്ഛിച്ചുകൊണ്ടിരിക്കുന്നു. അതായത് നമ്മുടെ രക്ഷയെ മൂർച്ച കൂട്ടിക്കൊണ്ടിരിക്കുക. ഹല്ലേലൂയ. ദുഷ്ടനേത് തന്ത്രമായി കടന്നു വന്നാലും, ആ വാക്യം 119-ാം സങ്കീർത്തനം എടുക്കാമോ? 82-ാമത്തെ വാക്യം 119. ദുഷ്ടനേത് തന്ത്രമായി കടന്നു വന്നാലും എനിക്ക് കർത്താവായ യേശുക്രിസ്തു മുഖാന്തരം ലഭിച്ച രക്ഷയെ അത് ഞാൻ കാത്തു മൂർച്ഛിക്കും. ഇതിന് മൂർച്ച ഉണ്ടെങ്കിൽ ഞാൻ നിന്റെ രക്ഷയെ കാത്തു മൂർച്ഛിക്കുന്നു, നിന്റെ വാഗ്ദാനം ഞാൻ പ്രതീക്ഷിച്ചുകൊണ്ടിരിക്കുന്നു. മതി, ഞാൻ നിന്റെ രക്ഷയെ കാത്തു മൂർച്ഛിച്ചുകൊണ്ടിരിക്കുന്നു. ഈ മൂർച്ച കൂടിക്കൊണ്ടിരിക്കുക. അപ്പൊ ദുഷ്ടനായ പിശാച്
നമ്മെ തകർത്ത് കളയുവാൻ ഹാലലിയ ഏതെങ്കിലും തരത്തിൽ പദ്ധതി ഒരുക്കി കടന്നു വരുമ്പോൾ നമ്മൾ ഈ മൂർച്ചയല്ലേ നമ്മുടെ പ്രതീക്ഷ എന്ന് പറയുന്നത് നമ്മുടെ പ്രാണപ്രിയന്റെ മുഖം ഒന്ന് കാണണം. ആ സമയത്ത് ഈ തന്ത്രമായി കടന്നു വരുന്നത് എന്ത് ചെയ്യും? വെട്ടിക്കളയും. യേശുവിന്റെ രക്തത്താൽ ജയം. ഒരു ദുഷ്ടൻ അവിടെ ജയിക്കാൻ സാധ്യത, ഒരു ദുഷ്ടൻ ജയിക്കാൻ സാധ്യത, തകർന്ന് തവിട് പൊടിയാകും. എന്നെ കേൾക്കുന്ന പ്രിയമുള്ളവരെ, നമ്മൾ ഈ രക്ഷയെ കാത്തു മൂർച്ച കൂട്ടുമ്പോൾ ഉണ്ടല്ലോ ഹാലലിയ, ഇവനെ അടുക്കാൻ കഴിയില്ല അല്ലെ. നല്ല മൂർച്ചയുള്ള ഒരു അനുഭവത്തിൽ ഒരാള് കത്തി പിടിച്ച് നിൽക്കുകയാണെങ്കിൽ നമ്മള് പെട്ടെന്ന് നമ്മുടെ അടുത്തേക്ക് ചെല്ലും അല്ലെ? ചെല്ലില്ല. ശരി, നമ്മളിലുള്ള ആത്മീയന്റെ ഹാലലിയുടെ അനുഭവം മൂർച്ച ഉള്ളിലെ മനുഷ്യനെ ശക്തിപ്പെട്ട് പവർഫുൾ ആയിട്ട് നിൽക്കണം, നല്ലൊരു പവർഫുൾ ആയിട്ട് നിൽക്കണം. അപ്പൊ തന്നെ ഹാലലിയ ഇന്ന് എന്തെല്ലാം ഹാലലിയ എത്ര നല്ല രീതിയിൽ ജീവിക്കണം എന്ന് ആഗ്രഹിച്ചാലും പിശാച് വളരെ പ്രതികൂലമായ രീതിയിൽ ഹാലിയ വളരെ ശക്തിയോടെ നിൽക്കുന്ന ഒരു കാലഘട്ടമാണ്. ഇതിന്റെ നടുവിൽ ഹാലിയ നമുക്ക് ലഭിച്ച ഒരു രക്ഷൻ സ്വർഗീയന്റെ പ്രതിമ ധരിക്കും. ആ ഒരു പ്രത്യാശയാണ് നമുക്കുള്ളത്. സ്വർഗീയന്റെ പ്രതിമ ധരിക്കും ഹാലിയ. ഇതിനുവേണ്ടി കാത്തിരിക്കുകയാണ്, ഇതിനുവേണ്ടി കാത്തിരിക്കുകയാണ്. ഈ കാത്തിരിക്കുന്ന ദൈവമക്കൾ ഹാലലിയ ആമേൻ ഹാലലിയ നിരന്തരം ദൈവത്തെ സ്തുതിച്ചും ദൈവത്തെ മഹത്വപ്പെടുത്തി. ഞാൻ എപ്പോഴും പറയുന്ന പോലെ തന്നെ നമുക്കൊരു വേദന വന്നാലും സങ്കടം വന്നാലും ബുദ്ധിമുട്ട് വന്നാലും ഒക്കേത്തിന് സ്തോത്രം, ഒരിക്കലും പിശാചിന് ജയം കൊടുക്കാതെ ആമേൻ ആ വാഗ്ദാനം കാത്ത് പ്രതീക്ഷിച്ചുകൊണ്ടിരിക്കുന്നു ഹാലലിയ. എപ്പോൾ വരുമെന്നല്ലേ, എപ്പോൾ വരുമെന്നുള്ള വാഗ്ദത്തം, ആ വാഗ്ദാനം ഞാൻ കാത്ത് പ്രതീക്ഷിച്ചു കൊണ്ടിരിക്കുന്നു. സ്തോത്രം. ഇതാ ഒരു ദൈവവിധം എന്ന് പറയുന്നത്. ഹാലലിയ ആമേൻ ഹാലലിയ. നമുക്കിപ്പോ ഹാലലിയ ഈ മണ്ണുകൊണ്ടുള്ള ഈ ശരീരത്തിൽ നിന്നും ഹാലലിയ ഒരു സ്വർഗീയന്റെ ശരീരം ധരിക്കുന്ന ഒരു അനുഭവം അല്ലെ. അന്ന് തന്നെ പറയുന്നുണ്ട്, കണ്ണാടിയിൽ പ്രതിബിംബിക്കും പോലെ നാം എല്ലാവരും ഹാലലിയ തേജസ്മേൽ തേജസ് പ്രാപിച്ച് രൂപാന്തരം പ്രാപിക്കും. ഹല്ലേലൂയ ഹല്ലേലൂയ. ഇതേ ഒരു അനുഭവത്തിന് വേണ്ടി ഹാലലിയ നമ്മൾ സങ്കീർത്തനം പറയുന്ന പോലെ തന്നെ നമ്മൾ എന്ത് ചെയ്തുകൊണ്ടിരിക്കുക? കാത്തിരിക്കുകയാണ്. ഹാലലിയ കാത്തിരിക്കുകയാണ്. നമുക്ക് ആമേൻ ലോകപ്രകാരം നോക്കുമ്പോൾ നമുക്ക് ഒരു ശ്രേഷ്ഠതയും പറയാനില്ല. എന്തെങ്കിലും പറയാനുണ്ടോ? ദാവീദിനെ പോലെ ഹാലലിയ നാശകരമായ കുഴഞ്ഞ ചേറ്റിൽ നിന്നും അവൻ എന്നെ കയറ്റി അല്ലെ. നമുക്കും അങ്ങനെ തന്നെയാണ്. നാശകരമായ ഒരു വലിയൊരു അനുഭവം, ദുഷ്ടന്റെ ഒരു അനുഭവത്തിൽ ജീവിച്ച ഒരു അവസ്ഥയിൽ നിന്ന് എന്നെ കർത്താവ് കരം പിടിച്ചുയർത്തി. ഇന്ന് ഞാൻ എന്താ ഹാലലിയ കരം പിടിച്ചുയർത്തി എന്റെ കാലുകളെ ഒരു പാറമേൽ നിർത്തി. ഹാലലിയ സ്വർഗ്ഗീയ കർത്താവായ യേശു ക്രിസ്തുവിന്റെ ഒരു അനുഭവത്തിലേക്ക് ഞാൻ നിങ്ങളും മാറി. കുഴഞ്ഞ ചേറ്റിൽ നിന്ന് കർത്താവ് നമ്മെ കരം പിടിച്ചുയർത്തിയപ്പോൾ നാം ഇപ്പോൾ ക്രിസ്തു എന്ന പാറമേല ഉറച്ചു നിൽക്കുന്നത്. അതുകൊണ്ടാണ് ഹാലലിയ എന്റെ ഗമനത്തെ സ്ഥിരമാക്കിയത്. ക്രിസ്തു എന്ന പാറമേൽ നാം ഉറച്ചു നിന്നില്ല എങ്കിൽ നമ്മുടെ ചലനമെല്ലാം എന്തായിരിക്കും അറിയോ? സ്ഥിരം ഉണ്ടാകില്ല. എന്നാൽ ക്രിസ്തു എന്ന പാറമേൽ ഉറച്ചു നിന്നാലോ അവൻ സ്ഥിരമുള്ളവനായി തീരും. ഹാലലിയ അവന്റെ ഗമനം എല്ലാം സ്ഥിരതയായിരിക്കും. ഒരു എല്ലാത്തിനും ഒരു എന്താണോ അവൻ ലക്ഷ്യം വെച്ച് പോകുന്നത് അതിനൊരു സ്ഥിരത ഉണ്ടാകും. നമ്മുടെ ലക്ഷ്യം എന്താ? ആമേൻ ആമേൻ സ്വർഗീയന്റെ പ്രതിമ ധരിക്കും. ഹാലലിയ ആമേൻ. അതിനുവേണ്ടി രക്ഷയെ കാത്തു മൂർച്ഛിക്കുക. ഹാലലിയ. അപ്പോൾ നമ്മുടെ ഹാലലിയ ഗമനത്തെ കർത്താവ് സ്ഥിരമാക്കും. അതൊരു അനുഭവം ഇല്ലാതെ ഒരു വ്യത്യസ്തമായ ഒരു അനുഭവത്തിലാണ് ഞാനും നിങ്ങളും ജീവിക്കുന്നത് എങ്കിൽ തിരിച്ചറിഞ്ഞോണം നമ്മുടെ ഗമനം എന്തായിരിക്കും? സ്ഥിരമായ ഒരു അനുഭവത്തിലായിരിക്കില്ല, ഒരു സ്ഥിരതയുള്ള ഒരു അനുഭവത്തിലായിരിക്കില്ല. നമുക്കിപ്പോ ഒരു സ്ഥിരത എന്ന് പറയുമ്പോൾ നമുക്കൊരു ഓട്ടോമാറ്റിക് ഒരു ഓർഡർ വരും. അപ്പൊ പിള്ളേർക്ക് മുന്നിലിരിക്കാണല്ലോ. അപ്പോ പിള്ളേർ മുന്നിലിരിക്കുമ്പോ അവർക്ക് തിങ്കളാഴ്ച കൊണ്ടുപോകുന്ന ടൈം ടേബിൾ ഉണ്ടല്ലേ, അതിലൊരു സ്ഥിരത വേണ്ട അവർക്ക്. ആ ടൈം ടേബിൾ അവർ കൃത്യമായി എടുത്തു വെക്കും. ബുധനാഴ്ച ചൊവ്വ ബുധൻ വ്യാഴം ദിവസങ്ങളൊക്കെ ഒരു കൃത്യനിഷ്ഠയുണ്ട്. അത് സ്ഥിരതയില്ലാതെ ചൊവ്വാഴ്ച കൊണ്ടുപോകേണ്ടത് വെള്ളിയാഴ്ചത്തെ പുസ്തകം കൊടുത്തു വെച്ച് കഴിഞ്ഞാൽ സ്കൂളിൽ ചെന്ന് കഴിഞ്ഞാൽ പീരീഡ് വേറെയായിരിക്കും അല്ലെ. അപ്പൊ പിന്നെ അവിടെ ഒരു സ്ഥിരത ഇല്ലാതെ ഈ കുഞ്ഞിനോട് ടീച്ചർമാർക്കും കൂടെയുള്ളവർ എന്ത് ചെയ്യും? പരിഹസിക്കും. അവരെ കുറിച്ച് പരിഹസിച്ചില്ലെങ്കിലും ഉള്ളിൽ എന്തുണ്ടാകും? എന്ത് ഇത്രയും പറഞ്ഞിട്ടും ഇത്രയൊക്കെ കിട്ടി മനസ്സിലായിട്ടും ഇത്രയും പഠിച്ചിട്ടും ഇത് നോക്കി കൊണ്ടുവരാൻ പോലും അറിയില്ലല്ലോ എന്നുള്ള രീതിയിലല്ലേ. അപ്പൊ നമുക്ക് അറിയാം അല്ലെ, കാര്യങ്ങളൊക്കെ അറിയാം, അങ്ങനെ മനസ്സിലാക്കുന്നൊക്കെ അറിയാം. എന്ന് പറയുന്നത് ക്രിസ്തുവിലായ ദൈവമക്കൾ, ക്രിസ്തു എന്ന പാറമേൽ ഉറച്ചു നിൽക്കേണ്ട ദൈവമക്കൾ വൈകെറ്റോണം ജീവിച്ച നമ്മളെ കുറിച്ച് എങ്ങനെ ചിന്തിക്കും? ഞായറാഴ്ച പ്രാർത്ഥനയ്ക്ക് വരാൻ ക്രെഡിറ്റ് ആണോ?
ക്രെഡിറ്റ് ആണോ ഞായറാഴ്ച പ്രാർത്ഥനയ്ക്ക് വരാതിരിക്കുന്നത്? അതൊരു ക്രെഡിറ്റ് ആണ്. കൂട്ടായ്മ യോഗങ്ങൾ വരാതിരിക്കുന്നത് ക്രെഡിറ്റ് ആണോ? പ്രാർത്ഥന യോഗങ്ങൾ മുടക്കണത് സ്ഥിരതയില്ലാണ്ടല്ലേ? അല്ലെ അങ്ങനെയല്ലേ? അവർക്കൊരു സ്ഥിരത ഉണ്ടെങ്കിൽ എന്ന് നിങ്ങളെല്ലാവരും സൈലന്റ് ആയിട്ടിരിക്കുന്നത് ആരെങ്കിലും എല്ലാവരും സ്തോത്രം പറഞ്ഞു. നമ്മളെ സംബന്ധിച്ചിടത്തോളം കർത്താവായ യേശു ക്രിസ്തുവിന്റെ പാറമേൽ നമ്മെ ഉറപ്പിച്ച് നിർത്തിയിരിക്കുകയാണ്. നമുക്ക് ലഭിച്ച അവസരങ്ങളും ഒന്നും നമ്മൾ പാഴാക്കി കളയരുത്. ഹല്ലേലൂയ. നാം ഭാഗ്യം നിറഞ്ഞവരാ അല്ലേ? നാം ഭാഗ്യമുള്ളവരാ. സാധാരണ ആളുകളെ പോലെ അല്ല നാം. കർത്താവായ യേശു ക്രിസ്തു മാത്രം ഒരു ഭാഗ്യ പദവിയിലേക്ക് കടന്നു വന്നിരിക്കുക. അതിന്റെ ഹല്ലേലൂയ അതിന്റെ ഒരു വാക്യം വായിക്കാം. അതിന്റെ 4-ാമത്തെ വാക്യം വായിച്ചേ. യഹോവയെ തന്റെ ആശ്രയമാക്കിക്കൊള്ളുകയും നിബലികളെയും വ്യാജത്തിലേക്ക് തിരിയുന്നവരെയും ആദരിക്കാതിരിക്കുകയും ചെയ്യുന്ന മനുഷ്യൻ ഭാഗ്യവാൻ. നോക്കിയേ, ക്രിസ്തുവിന്റെ പാറമേൽ ഉറച്ചു നിൽക്കുന്ന ഒരു ദൈവവൈതൽ എന്ത് ചെയ്യും? യഹോവയെ തന്റെ ആശ്രയമാക്കും. കർത്താവിനെ ഒരു ആശ്രയമായി നാം ഓരോരുത്തരും കൊണ്ടുപോകുമ്പോൾ ഹല്ലേലൂയ നമ്മുടെ ഗമനത്തെ സ്ഥിരമായിരിക്കും. ആ ക്രിസ്തുവിന്റെ പാറമേൽ നാം ഉറച്ചു നിൽക്കും. എന്തെല്ലാം പ്രതികൂലം വന്നാലും, ആമേൻ, വന്മഴ ചൊരിഞ്ഞാലും വെള്ളം പൊന്തിയാലും പാറമേൽ പണിത വീട് എന്ത് ചെയ്യും? ഉറച്ചു നിൽക്കും. ഹല്ലേലൂയ. അത് ഇളകി മറിഞ്ഞു വീഴില്ല. ഹല്ലേലൂയ. പക്ഷെ വേറൊരു കൂട്ടരുണ്ട്, നിഗളികളെയും വ്യാജത്തിലേക്ക് തിരിഞ്ഞവരെയും ആദരിക്കുകയും ചെയ്തവര്. ഇങ്ങനൊരു കൂട്ടരെ നമ്മൾ എന്ത് ചെയ്യാൻ പാടില്ല. ഒരുപാട് ചെന്ന് അച്ഛ 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 എന്ന് വിളിച്ചുകൊണ്ട് നടത്തിയത് അല്ലേ? അല്ലേ? ഇങ്ങനെയുള്ളവരൊക്കെ ചെന്ന് അയ്യോ അച്ചായ 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 അച്ചായും പൂരോടായപ്പായിരിക്കും. ആവശ്യത്തിന് ഒരു സ്നേഹം പോകുന്ന കയ്യിൽ നല്ലതാണ്. എപ്പോഴും ഭൂമിയിലല്ലേ നമ്മൾക്ക് അങ്ങനെ ഒരു സ്നേഹബന്ധം എപ്പോഴും നല്ലത്. പക്ഷെ സൂക്ഷിച്ചോളണം. ആത്മീയൻ സകലത്തെയും വിവേചിക്കും. ആത്മീയനെ ഇവിടെ പറയുന്നത് ഹല്ലേലൂയ, നിഗളികളെയും വ്യാജത്തിലേക്ക് തിരിയുന്നവരെയും ആദരിക്കാതിരിക്കുകയും ചെയ്യുന്ന മനുഷ്യൻ ഭാഗ്യവാൻ ആണോ? സ്തോത്രം. സങ്കീർത്തനത്തിൽ ഭാഗ്യവാൻ വേറെ അനുഭവങ്ങളൊക്കെ പറഞ്ഞു. 34-ന്റെ 8-ാമത്തെ വാക്യം. സങ്കീർത്തനം 34-ന്റെ 8. നോക്കിയേ, യഹോവ നല്ലവനെന്ന് രുചിച്ചറിവിൻ, അവനെ ശരണം പ്രാപിക്കുന്ന പുരുഷൻ ഓ എന്റെ ദൈവമേ ഭാഗ്യവാനാ. സ്തോത്രം. ഈ ഭാഗ്യവാൻ എന്ന് പറയുന്നത് ഹല്ലേലൂയ നമുക്ക് ലഭിച്ച കർത്താവായ യേശു ക്രിസ്തുവാണ്. ഇവിടെ പറയുന്ന പോലെ യഹോവയെ ആശ്രയിക്കും, യഹോവ തന്നെ ആശ്രയമായിരിക്കുന്ന മനുഷ്യൻ ഭാഗ്യവാൻ. നമ്മൾ എങ്ങനെ എത്ര ഭാഗ്യ പദവിയിലേക്കൊക്കെ നമ്മൾ കടന്നു പോകുന്നത് അല്ലെ? അങ്ങനെ ഇരിക്കുന്ന ദൈവമക്കൾ തിരിച്ചറിയണം. ഏതെങ്കിലും ഒരു കപടം കാണിക്കുന്നവന്റെ വാക്കിലോ അവന്റെ പഞ്ചാര വർത്താനത്തിലോ നാം വീണ് പോയേക്കരുത്. അത് നമ്മെ നാശത്തിലേക്ക് കൊണ്ടെത്തിക്കും. അങ്ങനെയുള്ളവരെ ആദരിക്കാൻ വചനം അനുവദിക്കുന്നില്ല. സ്തോത്രം. പ്രാർത്ഥിക്കുന്ന ദൈവമായി നല്ല ബന്ധമുള്ള ഒരു ദൈവത്തിന്റെ പൈതലിനെ വ്യാജത്തിലേക്ക് തിരിയുന്നവരെ തിരിച്ചറിയാൻ സാധിക്കും. സ്ഥിരതയില്ലാതെ ജീവിക്കുന്നവരെ തിരിച്ചറിയാൻ സാധിക്കും അല്ലേ? തിരിച്ചറിയാൻ സാധിക്കില്ലേ സ്ഥിരതയില്ലാത്തവരെ? കുഞ്ഞുങ്ങളൊക്കെ വരെ നമുക്ക് മനസ്സിലായി. ടൈം ടേബിൾ കൃത്യമായിട്ട് എടുത്തില്ലെങ്കിൽ ഒരു സ്ഥിരതയില്ലാത്ത പിള്ളേരാണെന്ന് മനസ്സിലായി. തിങ്കളാഴ്ച കൊണ്ടുപോകുന്ന ടൈം ടേബിൾ തിങ്കളാഴ്ച തന്നെ അത് കറക്റ്റായിട്ട് എടുത്തു വെച്ച് കൊണ്ടുപോകുന്ന കുഞ്ഞുങ്ങളോ അതല്ല, ഉറപ്പുള്ള സ്ഥിരതയുള്ള കുഞ്ഞുങ്ങളോ അവര്. തോന്നി പോലെ ബുക്കെടുത്തൊന്നും പോകുന്നവരൊക്കെയോ ആമേൻ. അവര് പഠിക്കാൻ പോണതാണോ? അവര് പഠിക്കാൻ പോണതല്ല. അവര് പഠിക്കാൻ പോണതല്ല. അവര് ചുമ്മാ അവര് പോണതാണ്. ഹല്ലേലൂയ. ആമേൻ. നമുക്ക് അതൊക്കെ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നുണ്ടല്ലോ. സ്തോത്രം. എന്നെ കേൾക്കുന്ന പ്രിയമുള്ളവരെ, നമ്മുടെ ദൈവത്തിന്റെ വചനത്തിന് മുന്നിൽ നമുക്ക് കീഴടങ്ങാം. ഞാൻ പലപ്പോഴും പറയും, ഈ വചനം പറയുന്നതും വചനം കേൾക്കുന്നതും ഹല്ലേലൂയ ആമേൻ എല്ലാവർക്കും ഒരേപോലെയാണ് കേട്ടോ. പുതിയ വിശ്വാസികളായ ദൈവമക്കൾ ആരും പ്രസംഗിക്കുന്ന എന്നെ ഹല്ലേലൂയ എല്ലാം തികഞ്ഞതിനായിട്ടൊന്നും കാണുന്നു വേണ്ട. ഞാൻ നിരന്തരം ദൈവത്തിന്റെ മുന്നിൽ ഹല്ലേലൂയ പ്രാർത്ഥിക്കുകയും സ്തോത്രം ചെയ്യുകയും ധ്യാനിക്കുകയും ചെയ്യേണ്ടതും എന്റെ ഉത്തരവാദിത്തമാണ്. ഈ രക്ഷയെ കാത്തു മോഷിക്കുക എന്നുള്ളത് ഹല്ലേലൂയ സഭവിശ്വാസികൾക്ക് മാത്രമുള്ളതല്ല, പ്രസംഗിക്കുന്ന എനിക്കും കൂടെ ഉള്ളതാണ്. സ്തോത്രം. ഇതിനൊന്നും ഒരു മാറ്റം എനിക്കില്ല. ഹല്ലേലൂയ. ഞാനും ഇതിൽ തന്നെ ഉറച്ചു നിൽക്കേണ്ട ഒരു ദൈവത്തില. പക്ഷേ ഹല്ലേലൂയ തിരിച്ചറിയണം പ്രിയമുള്ള ദൈവമക്കളെ, നമ്മൾ പോകുന്ന ഈ കാലഘട്ടം ഹല്ലേലൂയ എന്തെല്ലാം കാര്യങ്ങളാണ് ഹല്ലേലൂയ പിശാച് കൊണ്ട് നമുക്ക് അമ്മയെ അലട്ടിക്കൊണ്ടിരിക്കുന്നല്ലേ.
ഹല്ലേലൂയ. ആമേൻ. പ്രാർത്ഥനയ്ക്ക് പോകുമ്പോഴും ഹല്ലേലൂയ. ആമേൻ. ജോലിക്ക് പോകുമ്പോഴും ഹല്ലേലൂയ. ഭാരപ്പെടുത്തി നമ്മെ ഒരു വല്ലാത്തൊരു അനുഭവത്തിലേക്ക് കൊണ്ടെത്തിക്കുന്ന ഹല്ലേലൂയ ആകുല ചിന്തകൾ, വ്യാകുല ചിന്തകൾ. ആമേൻ. ഇതിന്റെ നടുവിലൊക്കെ ഹല്ലേലൂയ ക്രിസ്തു എന്ന പാറയിൽ ഉറച്ചു നിന്നാലാണ് നമുക്ക് ഹല്ലേലൂയ സ്ഥിരത ലഭിക്കുകയുള്ളൂ. അതുപോലെ തന്നെ സങ്കീർത്തനം 84:12 വാക്യം വായിച്ചേ. സൈന്യങ്ങളുടെ യഹോവേ, നിന്നിൽ ആശ്രയിക്കുന്ന മനുഷ്യൻ ഭാഗ്യവാൻ. ഓക്കേ, സൈന്യങ്ങളുടെ യഹോവേ, നിന്നിൽ ആശ്രയിക്കുന്ന മനുഷ്യൻ ഭാഗ്യവാൻ. സൈന്യങ്ങളുടെ നായകൻ നമ്മോട് കൂടെ ഉള്ളപ്പോ പിന്നെ നമ്മൾ വല്ലതും പേടിക്കണോ? പേടിക്കണ്ട. സൈന്യങ്ങളുടെ നായകൻ എന്ന ആ പാറമേലല്ലേ നമ്മൾ ഓരോരുത്തരും നിൽക്കുന്നേ. ഇതുമേന്ന് മാറി അപ്പുറത്തേക്ക് പോയേക്കാന്ന് ആരെങ്കിലും ചിന്തിച്ചിട്ടുണ്ടോ? ചിന്തിക്കൂലല്ലോ. കാരണം ഈ ഒരു ഭാഗ്യപദവി തിരിച്ചറിഞ്ഞിട്ടില്ല. ഭൂമിയിൽ എന്തോരം ഭാഗ്യമുള്ള ആൾക്കാരുണ്ടല്ലേ, അല്ലെ? പിണറായി വിജയൻ കുറച്ച് നാളത്തേക്ക് എന്തായിരുന്നു? 10 വർഷത്തേക്ക് ഭാഗ്യമുള്ള ആളായിരുന്നു. ഉള്ള കാര്യ ഭാഗ്യമുള്ള ആളായിരുന്നു. മുഖ്യമന്ത്രി എന്ന് പറയുന്നത് നിസ്സാര കാര്യമായിരുന്നു. ഇപ്പോഴോ മുൻ മുഖ്യമന്ത്രി. അതുപോലെ ഓരോ മന്ത്രിമാരെയും പ്രധാനമന്ത്രിമാരെടുത്ത് നോക്കിക്കോ. മുൻ പ്രധാനമന്ത്രി ആയിരുന്ന സമയത്ത് ഒരു ഭാഗ്യ പദവി അല്ലേ, ഒരു ഭാഗ്യം ഉണ്ടായി. എല്ലാവരും വ്യത്യസ്തമായ ഒരാള്. അത് ഇത്ര സമയം കഴിഞ്ഞപ്പോൾ അങ്ങനെ മാറി. ഇനി ഞാനൊന്ന് ചോദിക്കട്ടെ, ഈ കാണുന്ന ദൈവമക്കളിൽ ആരെങ്കിലും മുൻ ദൈവമക്കളുണ്ടോ? മുൻ ദൈവമക്കൾ, ഇപ്പോഴുള്ള ദൈവമക്കൾ, മുന്നുണ്ടായിരുന്ന ദൈവമക്കളെല്ലാം ദൈവമക്കളാ. ഈ ഒരു ഭാഗ്യപദവിയുടെ പ്രത്യേകത ഇതിന് കയറ്റിറക്കില്ല, എല്ലാം ഒരേപോലെ ദൈവം കാണുന്നത്. ഈ ഒരു ഭാഗ്യപദവി ശ്രേഷ്ഠമായൊരു പദവിയാണ്. ശ്രേഷ്ഠമായൊരു പദവിയിലായിരിക്കുന്ന ദൈവമക്കളെ നമ്മൾ ഓരോരുത്തരും. സൈന്യങ്ങളുടെ യഹോവേ, നിന്നിൽ ആശ്രയിക്കുന്ന മനുഷ്യൻ ഭാഗ്യവാൻ. സൈന്യങ്ങളുടെ നായകൻ നമ്മോട് കൂടെ ഉണ്ട് കേട്ടോ. കർത്താവ് നമ്മോട് കൂടെ ഉള്ളവരുണ്ട്. നമ്മൾ ഇന്നും ഇത്രയുമെങ്കിലും അതാണ് സ്തുതിക്കുവാൻ, ആരാധിക്കാനല്ല നമുക്ക് കഴിയുന്നത്. സ്തോത്രം ചെയ്യാൻ നമുക്ക് കടന്നു വരാൻ, അല്ലേ? കടന്നു വരാനൊക്കെ കഴിയുന്നു. കർത്താവ് നമ്മോട് കൂടി ഇല്ലെങ്കിലോ ഹല്ലേലൂയ ആമേൻ, നമുക്കൊരു സ്ഥിരത ഉണ്ടാകില്ല. നമുക്ക് വചനത്തിലേക്ക് ഹല്ലേലൂയ സങ്കീർത്തനത്തിലേക്ക് കടന്നു വരാം. ഹല്ലേലൂയ ആമേൻ. ഞാൻ യഹോവയ്ക്കായി കാത്തിരുന്നു, അവനെങ്കിലേക്ക് ചാഞ്ഞ് എന്റെ നിലവിളി കേട്ടു. ആ നിലവിളി കേട്ടത് കൊണ്ട് എന്ത് ചെയ്തു? ഒന്ന് വായിച്ചേ, എല്ലാവരും ഒന്ന് വായിച്ചേ. നിലവിളി, നമ്മൾ ആ നിലവിളി കേട്ടത് കൊണ്ട് രണ്ടാമത്തെ വാക്യം. നാശകരമായ കുഴഞ്ഞ ചേറ്റിൽ നിന്നും അവൻ എന്നെ കയറ്റി. ഇനി ഒന്ന് പറഞ്ഞേ, ദൈവം ധൈര്യമായിട്ട് പറ, പിശാചുകൾ ലജ്ജിക്കട്ടെ. എന്റെ പാറമേൽ നിർത്തി എന്റെ ഗമനത്തെ സ്ഥിരമാക്കി. മൂന്നാമത്തെ വാക്യം, അവൻ എന്റെ വായിൽ പുതിയൊരു പാട്ട് തന്നു. നമ്മുടെ ദൈവത്തിന് സ്തുതി തന്നെ. പലരും അത് കണ്ട് ഭയപ്പെടും, യഹോവയിൽ ആശ്രയിക്കും. ഈ ഒരു അനുഭവം കണ്ട് പലരും ഭയപ്പെട്ട് യഹോവയിൽ ആശ്രയിക്കണം. ഈ പ്രാർത്ഥന മുടക്കുന്നതും പ്രാർത്ഥനയ്ക്ക് വരാതിരിക്കുന്നവരും പ്രാർത്ഥനയ്ക്ക് വരുന്നവരെ കണ്ട് ഭയപ്പെടണം. ഹല്ലേലൂയ ആമേൻ. അവർക്ക് തോന്നും, ദൈവമേ ഞാൻ ഈ നഷ്ടപ്പെടുത്തി കളഞ്ഞൊക്കെ കർത്താവിന്റെ കയ്യിൽ നിന്ന് കിട്ടുമല്ലോ. ഹല്ലേലൂയ, അല്ലേ? ആ ഒരു പോയിന്റിലേക്ക് നമുക്ക് വീണ്ടും അടുത്ത ദിവസം കടന്നു വരാം. ഹല്ലേലൂയ. അടി കിട്ടും എന്ന് പറയുന്നത് സാധാരണ അടിയല്ല കേട്ടോ. ഹല്ലേലൂയ. അത് കണ്ടവർ ഭയപ്പെട്ടെങ്കിലും യഹോവയിൽ ആശ്രയിക്കട്ടെ. അങ്ങനെയെങ്കിലും ഭയപ്പെട്ടു. ഹല്ലേലൂയ. എല്ലാവരും കുഴഞ്ഞു പോലെ എല്ലാ പ്രാർത്ഥനയ്ക്ക് ആരും വരാതൊക്കെ പോകുകയാണെങ്കിൽ അപ്പൊ പിന്നെ മറ്റേ കൂടെ ഗ്രൂപ്പിനവർക്ക് ഭയമൊന്നും ഉണ്ടാവില്ല. പക്ഷെ നമ്മളെല്ലാവരും അങ്ങനെയല്ല, അല്ലേ? എല്ലാവരും അങ്ങനെയല്ല. ആമീൻ. ഇതെങ്കിലും കണ്ടെങ്കിലും ഒന്ന് ഭയപ്പെടട്ടെ, ഒരു ലജ്ജ തോന്നട്ടെ, ഞാൻ എന്താണെന്ന് സ്വയം ഒന്ന് ചിന്തിക്കട്ടെ. ആമീൻ. വചനത്തിന്റെ മുന്നിൽ ഹല്ലേലൂയ ആമീൻ ഹല്ലേലൂയ നമുക്ക് കീഴടങ്ങാൻ സാധിച്ചാൽ സുഖത്തിന്റെ മുന്നിൽ സ്വർഗരാജ്യത്തിൽ എന്ത് സംഭവിക്കും? സ്വർഗരാജ്യത്തിൽ എപ്പോഴും അത് ഒഴിഞ്ഞിരിക്കില്ലേ? ആ തെറ്റ് ഒഴിഞ്ഞിരിക്കില്ലേ? സ്തോത്രം. ഇന്ന് നമ്മൾ ചിന്തിക്കണം, നമ്മൾ ഇത്രയും പേര് ഇതിനകത്ത് ഇരിക്കുമ്പോൾ ഹല്ലേലൂയ ആ ഒരു അനുഭവം നമ്മൾ മനസ്സിലാക്കി യഹോവയ്ക്കായി കാത്തിരുന്നു. അവൻ എങ്ങനെയും ചാഞ്ഞ് നിലവിളിക്കുന്നു. നമ്മൾ എണീറ്റ് നിൽക്കുമ്പോൾ തിരിച്ചറിഞ്ഞോണം, നാശകരമായ കുഴഞ്ഞ ചേറ്റിൽ അവൻ എന്നെ കയറ്റി. ഒരു ശ്രേഷ്ഠതയും പറയാനില്ല. ഞാൻ ഇന്ന് വെള്ളയിട്ട് നിൽക്കുന്നുണ്ടെങ്കിൽ, വെള്ള അല്ലെങ്കിൽ ഇതുപോലെ പാന്റ് ഷർട്ടൊക്കെ ഇട്ട് നിൽക്കുന്നുണ്ടെങ്കിൽ അവൻ എന്നെ കരം പിടിച്ച് ഉയർത്തിയത് കൊണ്ടാണ്.
ഹല്ലേലൂയ. ഈ ദൈവത്തിന്റെ വചനത്തിന്റെ മർമ്മം വെളിപ്പെടുത്താൻ എനിക്ക് കർത്താവ് ഒരു കഴിവ് പരിശുദ്ധാത്മാവ് മാത്രം നൽകിയിട്ടുണ്ടെങ്കിൽ അത് ഈ കർത്താവ് യേശു ക്രിസ്തുവിനെ കരം പിടിച്ച് ഉയർത്തിക്കൊണ്ടാണ്. എന്റെ കഴിവോ എന്റെ ശ്രേഷ്ഠതയോ ഒന്നുമല്ല. ഹല്ലേലൂയ. അവൻ പ്രാർത്ഥിക്കുന്ന ദൈവമക്കളുടെ നടുവിൽ പ്രവർത്തിക്കുന്ന ഒരു ദൈവം ഉള്ളതുകൊണ്ട് ദൈവത്തിന്റെ വചനത്തിന് ഒരു തടസ്സവുമില്ല. ഹല്ലേലൂയ. അതുകൊണ്ട് ദൈവമക്കളെ നമുക്ക് എല്ലാവർക്കും സ്വസ്ഥാനം തെറ്റി നിൽക്കാം. ഹല്ലേലൂയ. ദൈവം എത്രയോ നല്ലവനാണ്, ദൈവം എത്രയോ വിശ്വസ്തനാണ്. ഹല്ലേലൂയ. എന്റെ കാലുകളെ ഒരു പാറമേൽ നിർത്തി എന്റെ ഗമയത്തെ